നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഫോൺ എടുത്ത് ഓർഡർ ചെയ്താലേ ഭക്ഷണം കിട്ടും. പക്ഷേ കുറച്ചു ദിവസം തുടർച്ചയായിട്ട് കഴിക്കുമ്പോ അത് മടുക്കും. അപ്പോഴാണ് വീട്ടിലെ ഭക്ഷണം അമ്മയുടെ രുചി എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്ന സ്ഥലങ്ങളില് തിരക്ക് കൂടുന്നത്. ആ സ്ഥലങ്ങളിൽ ചെന്ന് കൃത്രിമം കഴിക്കുന്നതിലും നല്ലത് സ്വന്തമായി പാകം ചെയ്ത് കഴിക്കുന്നതല്ലേ? പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ആർക്കും പാചകം അറിഞ്ഞൂടാന്നൊന്നും പറയരുത്. ദാ പ്രിയങ്ക മോളെ നോക്ക്. പ്രിയങ്ക മോള് നന്നായിട്ട് പാചകം ചെയ്യും അല്ലേ മോളെ? ഓ, എന്നിട്ട് ആ മായാജാലം ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ. മോള് വന്നിട്ടല്ലേ ഉള്ളൂ. കൽപ്പനയുടെ ആ ആക്ഷേപം ഇന്ന് തന്നെ നമുക്കങ്ങ് തീർത്തേക്കാം. പത്മിനി, ചട്നി ഉണ്ടാക്കിയോ? ഇല്ലമ്മേ. എന്നാൽ ഇന്ന് പ്രിയങ്ക മോളെ ചട്നി ഉണ്ടാക്കും. ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാ. പരമേശ്വരനും വരുണിനും എല്ലാവർക്കും. അത് കഴിച്ചു കഴിയുമ്പോഴെങ്കിലും കൽപ്പനയും ഉർവശിയും മോളെ ഒന്ന് സമ്മതിച്ചു കൊടുക്കുമല്ലോ അല്ലേ? അയ്യോ മുത്തശ്ശി, എനിക്കിപ്പ പറ്റില്ല. അതെന്താ? വേറൊന്നും കൊണ്ടല്ല. ഇന്നലെ രാത്രി ചെറിയ തലവേദന ഉണ്ടായിരുന്നോണ്ട് ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടില്ല. കുളിക്കാതെ അടുക്കളയിൽ കയറി ഒന്നും പാചകം ചെയ്യരുതെന്നാ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളേ. ഓ, അതാണോ കാര്യം? എന്നാ പോയി മോള് കുളിച്ചിട്ട് വാ. ശരി മുത്തശ്ശി. ഓരോ രീതികളുടെ വ്യത്യാസം കണ്ടോ മക്കള്? കുളിച്ചിട്ട് അടുക്കളയെ കയറണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോ കളിയാക്കാൻ തോന്നുന്ന കാര്യമായിരിക്കും. പക്ഷേ അത് പറഞ്ഞു വച്ച പഴമക്കാരെ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് അറിയോ? ശുദ്ധം ചെയ്ത മനസ്സും ശുദ്ധിയായ ശരീരവും കൊണ്ട് പാചകം ചെയ്താലേ മനസ്സ് നിറഞ്ഞ് വിളമ്പാൻ പറ്റൂന്ന്. അത് പ്രിയങ്ക മോള് പഠിച്ചിട്ടുണ്ട്. ഓ, അമ്മേ, ചെറിയ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ചട്നി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴേ പാവം അവള് പെട്ടെന്ന് അങ്ങ് ടെൻഷനായി. ആ തോന്നി. ദേവനാരായണന്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നതേ ആ വേലക്കാരി പെണ്ണാ. ഇവൾ അടുക്കളയുടെ പരിസരത്തോടെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. തലയിൽ കയറ്റി വെച്ച് നടന്നോട്ടെ. അവൾക്കൊന്നും അറിഞ്ഞൂടെങ്കിലേ അത് നമുക്ക് എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണം. അതിനെന്താ ഒരു മാർഗം? മാർഗമുണ്ട്. നാളെ വരുണിന്റെ ബർത്ത്ഡേ അല്ലേ? പുതുമണവാട്ടിയുടെ കൈപ്പുണ്യം അറിയാൻ നാളത്തെ പാചകം അവളെ ഏൽപ്പിച്ചാലോ? പക്ഷേ അമ്മ സമ്മതിക്കൂ? അത് നമ്മുടെ മിടുക്ക്. അവളെ മുന്നിൽ നിർത്തി വെല്ലുവിളിച്ചതല്ലേ മുത്തശ്ശി. പണി നമുക്ക് തിരിച്ചു കൊടുക്കണം. അവൾക്കും മുത്തശ്ശിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.